നമ്മുടെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന ഭയങ്കര വലിയൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് പാട്രിയോട്ട് എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് വൈകുന്നേരം 6 മണിയോടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ചിത്രം ചെയ്യുന്ന മെയ് 1 വേൾഡ് വൈഡ് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുന്നത്. ലാലേട്ടൻ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദൃശ്യം 3. ദൃശ്യം 3യുടെ ഇപ്പോൾ OTTക്കുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ വേൾഡ് വൈഡ് OTT റൈറ്റ്സ് ഒക്കെ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇനി ഈ ഒരു ചിത്രത്തിൻ്റെ ഡിജിറ്റൽ അവകാശങ്ങളിൽ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള ആശീർവാദ് സിനിമാസിന് യാതൊരു കണക്ഷനും ഇല്ല. തല്ലുമാല, ആലപ്പുഴ ജിങ്കാന പോലുള്ള സിനിമകൾക്ക് ശേഷം ചിത്രത്തിന്റെ ഡയറക്ടറുള്ള ഖാലിദ് റഹ്മാൻ ഏറ്റവും പുതിയ സംവിധാനം ചെയ്തൊരുക്കുന്നത് മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു ചിത്രമാണ്. ചിത്രത്തിന് ടൈറ്റിലായി കൊടുത്തിട്ടുള്ളത് മട്ടാഞ്ചേരി മാഫിയ എന്നാണ്. ഈ ഒരു ചിത്രത്തിന്റെ കാസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മമ്മൂക്കയെ കൂടാതെ നെസ്ലിനും ലുക്മാനും ഒപ്പം തന്നെ ആസിഫ് അലിയും ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ജയിലറിലൂടെ നെൽസനും തലൈവർക്കും കിട്ടിയ ഒരു പെർഫെക്റ്റ് കംബാക്കോട് കൂടി തന്നെ ആ ഒരു കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ജയിലർ 2. ഈ ഒരു ചിത്രത്തിന്റെ ഓൾമോസ്റ്റ് ഷൂട്ടിംഗ് ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനൽ സ്റ്റേജിലുള്ള ഷൂട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഒക്കെ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ഉടനെ തന്നെ അനൗൺസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് ശേഷം വരാനിരിക്കുന്ന ചിത്രമാണ് തലൈവർ രജനീകാന്തിനെയും കമൽഹാസനെയും വെച്ച് ചെയ്യുന്ന ചിത്രം. ആ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം തുടങ്ങുമെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. തമിഴിൽ നിന്ന് പുറത്തിറങ്ങി ഒരു സർപ്രൈസ് ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു കൊച്ചു തമിഴ് സിനിമയായിരുന്നു യൂത്ത് എന്ന ചിത്രം. ഈ ഒരു ചിത്രം ഇപ്പോൾ ബുക്ക് മൈ ഷോയിലൊക്കെ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ബുക്ക് മൈ ഷോ വഴി ബുക്ക് ചെയ്ത് പോയിട്ടുള്ളത് 8 ലക്ഷത്തോളം ടിക്കറ്റ് ആണ്. ഇപ്പൊ തെലുങ്കിൽ നിന്ന് ഡബ്ഡ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളതെന്ന് മാത്രം ഏകദേശം 53,000 ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഏകദേശം 9 ലക്ഷത്തിന് മേളിൽ ചിത്രത്തിന് ബുക്ക് മൈ ഷോ വഴി തന്നെ ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട്. ഉടനെ തന്നെ ചിത്രം 70 കോടി ക്ലബിൽ ഇടം പിടിച്ച് ഭയങ്കര ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമാക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ ഡയറക്ടർ വെങ്കി അല്ലൂരി ഏറ്റവും പുതിയ സംവിധാനം ചെയ്തൊരുക്കുന്നത് സൂര്യയ്ക്ക് വേണ്ടി ഒരു ചിത്രമാണ്. ചിത്രത്തിന് ടൈറ്റിലായി നൽകിയിട്ടുള്ളത് വിശ്വാസ് ആൻഡ് സൺസ് എന്നാണ്. ഈ ഒരു ചിത്രം ഈ വരുന്ന ജൂലൈ മാസം തിയേറ്ററിലേക്ക് റിലീസ് എത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ അടുത്ത മാസം പുറത്തിറക്കുമെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ബോളിവുഡിന്റെ രക്ഷകനായി രൺവീർ സിംഗ് നായകനെ പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ദുരന്തർ ചിത്രത്തിന്റെ 2ാം ഭാഗം. ചിത്രം അറൌണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 15 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേൾഡായിട്ട് ഇപ്പോൾ 1500 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ലെവൽ കളക്ഷൻ പോവുകയാണെങ്കിൽ ചിത്രം മിക്കവാറും ബാഹുബലി 2ന്റെ ഒക്കെ കളക്ഷൻ സുഖമായിട്ട് ബ്രേക്ക് ചെയ്യുമെന്നൊക്കെ തന്നെയാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. സൂര്യ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കറുപ്പ് എന്ന ചിത്രം. ചിത്രം വരുന്ന മെയ് 14 വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. ചിത്രത്തിന്റെ 3rd സിംഗിൾ ഉടനെ തന്നെ പുറത്തിറക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഈ വരുന്ന ഏപ്രിൽ ലാസ്റ്റ് വീക്കിന് നടത്താനാണ് ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ആ ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് സീ തമിഴിലൂടെ ഈ വരുന്ന മെയ് 1 ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. അല്ലു അർജുൻ അറ്റ്ലി കോംബോയിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ടൈറ്റിലിനെ പറ്റി ഒരു അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അസ്ത്ര, ആന്തം, ഐക്കൺ എന്നീ 3 പേരുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ജസ്റ്റ് റൂമറായിട്ട് മാത്രമാണ് ഈ ഒരു കാര്യം ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ സിനിമ ഈ വർഷം കാണാനിരിക്കുന്ന വലിയൊരു ദൃശ്യ വിസ്മയം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് രാമായണ എന്ന ചിത്രം. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറക്കിയിട്ടുണ്ട്. ഭയങ്കര രീതിയിലുള്ള ട്രെൻഡായി മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ചിത്രത്തിൽ ഒരു വിഷ്വൽസ് ഒക്കെ വെച്ച് അമ്മാതിരി ക്വാളിറ്റി ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന് ഏറ്റവും വലിയൊരു കമ്പാരിസൺ നടന്നിട്ടുള്ളത് ആദിപുരുഷിലെ ആ ഒരു രാവണന്റെ പുഷ്പക വിമാനത്തെ പറ്റിയാണ്. ഈ ഒരു രാമായണ എന്ന ചിത്രത്തിൽ ആ ഒരു ടീസറിൽ ആ പുഷ്പക വിമാനം ഏത് ലെവലിൽ അവർ ആ ഒരു ക്വാളിറ്റി കാണിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അറൌണ്ട് 4000 കോടിയാണ് ഈ ഒരു ചിത്രത്തിന് ബഡ്ജറ്റായി വരുന്നത്. ഇതൊരു സിംഗിൾ പാർട്ട് ചിത്രമല്ല, ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഈ ഒരു ചിത്രത്തിനുണ്ട്. ഈ രണ്ടിനും കൂടാണ് ഏകദേശം 4000 കോടി ബഡ്ജറ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടി വരുന്ന ദീപാവലിക്ക് പുറത്തിറക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ആ ഒരു ഡേറ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് എന്ന രീതിയിൽ, ഒരു റൂമർ അപ്ഡേറ്റ് എന്ന രീതിയിൽ വന്നിട്ടുള്ള ഡേറ്റ് ആണ് ഈ വരുന്ന നവംബർ 8 ചിത്രം വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് ദീപാവലി റിലീസ് ചെയ്തെത്തുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ റൂമർ പുറത്തിറങ്ങിയിട്ടുള്ളത്. മമ്മൂക്കയുടെ സേതുരാമയ്യർ എന്ന ക്യാരക്ടർ സീരീസിൽ വരുന്ന CBI 6നെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. CBI 5 അങ്ങനെ എല്ലാവർക്കും ഒരു സാറ്റിസ്ഫൈ ആയിട്ടുള്ള ചിത്രമല്ലായിരുന്നു. എല്ലാവരുടെയും പ്രതീക്ഷകൾ മുഴുവനായി മാറ്റിമറിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. കാരണം ഈ ഒരു ചിത്രം കുറേ ഒരു 5-10 വർഷം അല്ലെങ്കിൽ ഒരു 10-15 വർഷം മുമ്പേ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു ചിത്രമായിരുന്നു എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലുള്ളൊരു ചിത്രത്തിന് എന്നിട്ടും ആ ഒരു ചിത്രം നല്ല രീതിയിലുള്ള കളക്ട് ഒക്കെ ചെയ്ത് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു അന്ന്. അതുകൊണ്ടൊക്കെ തന്നെ അടുത്ത പാർട്ട് വരുമ്പോൾ നല്ലൊരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിൽ വരുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആണ്. ഇപ്പോൾ CBI 6നെ പറ്റി ഒരു അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ ഈ ഒരു ചിത്രത്തിന് ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. നല്ലൊരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിലായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ CBI 6 വരിക എന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു സേതുരാമയ്യർ CBI എന്ന ആ ഒരു ക്യാരക്ടറിന് നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ട്. ഏത് രീതിയിലായാലും ആ ഒരു കഥയെ നല്ല രീതിയിൽ ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോയാൽ മികച്ചൊരു വിജയം നേടാൻ പറ്റുന്നു. ഇപ്പോഴും ഫാൻ ബേസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ഒരു ചിത്രത്തിലെ. ഇനി ആ CBI 6 വരുമ്പോഴും വലിയൊരു വിജയമാവട്ടെ അല്ലെങ്കിൽ നല്ലൊരു സിനിമ ആവട്ടെ എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഈ ഒരു CBI സീരീസിന് ഇതുവരെ നല്ല രീതിയിലുള്ള ഒരു വരവേൽപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ സേതുരാമയ്യർ എന്ന ക്യാരക്ടറിന് പോലും ഭയങ്കര രീതിയിലുള്ള ഫാൻ ബേസ് തന്നെയുണ്ട്. കൂടാതെ ഇപ്പോഴത്തെ ഒരു ജനറേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെൽ മെയ്ഡ് ആയിട്ടുള്ള നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് സ്ക്രിപ്റ്റ് തന്നെയാണെങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു വിജയം നേടാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ് ഉടനെ
ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.